അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അല്പസമയം നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ എനിക്ക് ആവശ്യപ്പെടുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങളെല്ലാവരും യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും സകല മനുഷ്യർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നുണ്ട്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന്. അതാണ് യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. മാനസാന്തരപ്പെടണം എന്ന് തന്നെയാണ് തിരുവചനത്തിൽ കൂടി നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കൂടി പറയുന്നത്: ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത് എന്ന തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മെ കോപത്തിനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, പരസ്പരം സ്നേഹിച്ചിരിക്കുവാനും ഒക്കെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരമുള്ള ഇടത്ത് കോപമില്ല, അവിടെ പകയില്ല, വിദ്വേഷമില്ല, പിണക്കമില്ല, ഇതൊന്നുമില്ല. കാരണം യേശു അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കാരണം അവർക്ക് അപ്രകാരമുള്ള ചിന്തകളോ പ്രവൃത്തികളോ ഒന്നും ആകുവാൻ കഴിയുകയില്ല. നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ യേശു പറയുവാനിടയാണ്. അപ്പോൾ നമ്മളെ നാം എപ്രകാരം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നാം മറ്റുള്ളവരെയും സ്നേഹിക്കണം എന്നുള്ളതാണ് ഈ മാനസാന്തരത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനുള്ളതും. അത് പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ സമാധാനം, സ്നേഹം, അതിൽ കൂടി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന സന്തോഷം. അതാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്: കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന രക്ഷ അത് ആത്മാവിന്റെ രക്ഷയാണ്. ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ദൈവത്തോടു കൂടെ വസിക്കുവാൻ കഴിയുകയില്ല. ദൈവം ഏകനാണ്. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കാനുമാണ്. അപ്പോൾ അപ്രകാരം നാം ആയിത്തീരണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം. അതിന് ദൈവത്തിന്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അരുതാത്തതൊന്നും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. കാരണം ഈ ലോകം നമ്മെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ വലയത്തിലേക്ക്. അതൊരിക്കലും നമുക്ക് നല്ലതല്ല, അത് നമ്മെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ തീരരുതേ എന്നാണ് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. 2 തെസ്സലോനിക്കർ 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട്
നിങ്ങൾ നിമിത്തം ദൈവത്തെ പലപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമാധാനപരമായി ജീവിക്കുന്ന ജനത്തെ കാണുമ്പോൾ ദൈവത്തിന് വളരെ സന്തോഷമാണ് അനുഭവിക്കുവാൻ കഴിയുന്നത്. കാരണം പകയും വിദ്വേഷവും പിണക്കവും ഒന്നുമില്ലാത്ത ഒരു ജനത, സകല ജനവും അപ്രകാരമായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നോക്കിയുമിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴെപ്പോഴും ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ പറയുക. അപ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നാം വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്രകാരം പറയുന്നില്ല എങ്കിൽ തീർച്ചയായും രക്ഷ നമ്മളിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് ഓർത്തുകൊള്ളും. എന്നാൽ യേശു കർത്താവിന്റെ വരവ് നാം മനസ്സിലാക്കുമ്പോൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയാണ്, രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ എന്ന്. അപ്പോൾ ദൈവം അയച്ചിരിക്കുന്ന സേവക ആത്മാക്കളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും നിങ്ങളുമായി സംസാരിക്കുകയും ദൈവത്തിന്റെ വചനം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ലാത്തതാണ്. നമുക്കത് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ, നാം യേശു കർത്താവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തം തന്നെയാണ്. അതിനായിട്ടാണ് പ്രിയമുള്ളവരെ നാം ജീവിക്കേണ്ടത് എന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തലനായ പത്രോസ്, അദ്ദേഹം 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 1:4 പറയുന്നത്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നുമില്ലാത്തതുമായ ആ വലിയ അനുഗ്രഹം, അതിനുവേണ്ടി നാം ഓടിക്കൊണ്ടിരിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവകൽപ്പനകളെ നാം പ്രമാണിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം എന്നിവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന്. തിരുവചനപ്രകാരം ഇത് കൃപായുഗമാണ്. കൃപയെന്ന് പറയുമ്പോൾ നമുക്കർഹിക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത ദൈവത്തിന്റെ സ്നേഹത്തെയാണ് കൃപയെന്ന് ഇവിടെ പറയുന്നത്. കാരണം നാം പാപികൾ തന്നെയാണ് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മെ തന്നെ നാം മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. നാം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളാണോ ചെയ്യുന്നത്? നാം ദൈവത്തിൽ തന്നെയാണോ വിശ്വസിക്കുന്നത്? നാം ദൈവത്തെ ആരാധിക്കുന്നത് എപ്രകാരമാണ്? ഇതൊക്കെയും നാം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നതും എങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ
തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാനാണ്. ആ രക്ഷയെ നാം ഗണ്യമാക്കാതെ നാം ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നാം ഇരുട്ടിന്റെ പാതകളിൽ കൂടി യാത്ര ചെയ്യുകയും അനേക സ്ഥലങ്ങളിൽ ഇടറി വീഴുകയും സഹായിക്കാൻ ആരുമില്ലാതെ നാം അവിടെ അവസാനിച്ചു പോകുകയും ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഇരുട്ടിന്റെ വഴികളിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ പലതും നമുക്ക് അവ്യക്തമാണ്. എന്നാൽ ദൈവമായ കർത്താവ് നമ്മെ സകലതും വെളിച്ചത്തിൽ കൂടി കാണിച്ചു തരികയും നാം തെറ്റേതേ ശരിയേതേ എന്ന് തിരിച്ചറിയുകയും ശരിയെ തിരഞ്ഞെടുക്കുകയും അത് നാം സ്വീകരിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ മറ്റേ ആകാശത്തിൽ അവനോടുകൂടെ അവർ എടുക്കപ്പെടുകയും ചെയ്യും. അല്ലാതെ മറ്റു യാതൊരു മാർഗവും രക്ഷയ്ക്കായി ഇല്ല. പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും കൃപയും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, യേശുവിനെ വിശ്വസിച്ച് ആരൊക്കെ തന്റെ ജീവിതം നയിച്ചുവോ അവരുടെയൊക്കെയും ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം രോഗത്താൽ ഭാരപ്പെട്ട യേശുവിന്റെ അടുത്ത് വന്ന സകല മനുഷ്യരെയും യേശു സൗഖ്യമാക്കി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ജീവിച്ചിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സകല മനുഷ്യരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.